And welcome to the new video. In this video, I'll be discussing about one of the important parts of a static relay, which is a comparator, and I'll be comparing two types of comparators, the phase and magnitude comparators, and the duality between them. Okay, so when a fault occurs on a system, magnitude of voltage and currents and the phase angle between the voltage and current may change. അപ്പോൾ ഒരു മാഗ്നിറ്റ്യൂഡും ഫോൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാഗ്നിറ്റ്യൂഡിലായിരിക്കാം ചേഞ്ച് വരിക, ചിലപ്പോൾ അത് ഫേസിലായിരിക്കാം ചേഞ്ച് വരിക. അത് വോൾട്ടേജിൻ്റെ ആയിരിക്കാം, കറണ്ടിൻ്റെ ആയിരിക്കാം മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഫേസ് ആംഗിളാണ് ചേഞ്ച് വരിക. ആൻഡ് ദ ക്വാണ്ടിറ്റീസ് ഡ്യൂറിങ് ദ ഫോൾട്ടി കണ്ടീഷൻസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദോസ് അണ്ടർ ഹെൽത്തി കണ്ടീഷൻ. സോ നമുക്ക് ഊഹിക്കാവുന്നതാണ് healthy condition values under fault area, and the static relay circuitry is designed to recognize these changes and to distinguish between healthy and faulty condition. Okay, നമുക്ക് എപ്പോഴും ഈ റിലേ എന്ന് പറയുന്നത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. എപ്പോഴും ഈ ക്വാണ്ടിറ്റീസിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ചിലപ്പോൾ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കാം, ഫേസ് ആയിരിക്കാം, ചിലപ്പോൾ കമ്പൈൻഡ് ആയിട്ടായിരിക്കാം. അപ്പോൾ ഇതിങ്ങനെ മോണിറ്റർ ചെയ്ത് എപ്പോഴാണ് ഫോൾട്ട് വരുന്നത് അതിനനുസരിച്ച് ഫോൾട്ട് ആയോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. ആൻഡ് either the magnitudes of the voltage or current or compared or the phase angle between the voltage and current are measured by the static relay circuit, and a trip signal is sent to the circuit breaker when a fault occurs. അപ്പോൾ ഇതിങ്ങനെ സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും എറർ മാറ്റം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിന് മനസ്സിലായി ഫോൾട്ടാണ്, അപ്പോൾ ട്രിപ്പ് സിഗ്നൽ സെൻഡ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ദിസ് പാർട്ട് ഓഫ് ദ സർക്യൂട്ടറി വിച്ച് കമ്പയർസ് ദ ടു ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റീസ് ഐദർ ഇൻ ആംപ്ലിറ്റ്യൂഡ് ഓർ ഇൻ ഫേസ് ഈസ് നോൺ ആസ് എ കമ്പറേറ്റർ. അപ്പോൾ ഇതാണ് കമ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ രണ്ട് ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റീസിനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡിലായിരിക്കും കമ്പാരിസൺ, ചിലപ്പോൾ അതിൻ്റെ ഫേസിലായിരിക്കാം കമ്പാരിസൺ. എന്തായാലും കമ്പാരിസൺ ആണ് നടത്തുന്നത്, ആ പാർട്ടിനെ പറയുന്നതാണ് കമ്പറേറ്റർ. അപ്പോൾ ഇത് തന്നെ ഈ രണ്ടെണ്ണം പറഞ്ഞ പോലെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കമ്പറേറ്റേഴ്സ് ഉണ്ടാവും, ഫേസ് കമ്പറേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഡുവാലിറ്റിയാണ്. ഇത് നമുക്ക് ഒരു മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ ഫേസ് കമ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യിക്കാം, ഫേസ് കമ്പറേറ്ററിനെ നേരെ തിരിച്ച് മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ ആയിട്ടും വർക്ക് ചെയ്യിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ കമ്പറേറ്റർ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഒരു ഗുഡ് റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പറേറ്ററിൻ്റെ എഫക്റ്റീവ്നെസ്സിനനുസരിച്ച് ബെറ്റർ കമ്പാരേറ്റർ, എത്ര നല്ല കമ്പാരേറ്റർ ആണ് എന്നുള്ളതിനനുസരിച്ച് അതിൻ്റെ അക്യുറസിക്ക് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ എഫക്റ്റീവ്നെസ് വരുന്നത്. ആൻഡ് ദ കമ്പാരേറ്റേഴ്സ് ആസ് എ ബ്രെയിൻ ബോക്സ് ഓഫ് എ റിലേ മസ്റ്റ് റെക്കഗ്നൈസ് എനി ചേഞ്ച് അറ്റ് ദ ഇൻപുട്ട് terminals and react as quickly as possible. And two methods of comparison, as I already told, amplitude and phase comparison techniques. And based on this, നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കമ്പാരേറ്റേഴ്സ് ഉണ്ട്, ഫേസ് കമ്പാരേറ്റേഴ്സ് ഉണ്ട്. ഇൻ ആംപ്ലിറ്റ്യൂഡ് കമ്പാരിസൺ ടെക്നിക് ദ കമ്പാരേറ്റർ പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് whose amplitude is proportional to the amplitude difference of the input quantities. അപ്പോൾ ഇതിൽ ഇൻപുട്ടിൽ രണ്ട് ആംപ്ലിറ്റ്യൂഡുകൾ വന്നിട്ടാവും കമ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് തന്നെയാണ് അനുസരിച്ചായിരിക്കും. ചിലപ്പോൾ രണ്ടും വോൾട്ടേജ് ആയിരിക്കാം, രണ്ടും കറണ്ട് ആയിരിക്കാം. എന്തായാലും ഇവരിലുള്ള ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻസ്, അത് ഡിഫറൻഷ്യൽ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് ഒരു വാല്യൂവിനെക്കാട്ടും മേലെ പോയി കഴിഞ്ഞാലാണ് അത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് ഇൻ ഫേസ് കമ്പാരിസൺ ടെക്നിക് the comparator compares the phase angles of the input quantities and produces pulses whose width is proportional to the phase difference of the input quantities. ഇപ്പോൾ ഇൻപുട്ട് ക്വാണ്ടിറ്റീസിൻ്റെ ഫേസ് ഡിഫറൻസിനനുസരിച്ചാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക ഒരു ഫേസ് കമ്പാരിസൺ, ഫേസ് കമ്പറേറ്റർ. ഇപ്പോൾ ഇത്രേ വരുന്നുള്ള ഡിഫറൻസ്. ആംപ്ലിറ്റ്യൂഡ് കമ്പറേറ്ററിലാണെങ്കിൽ രണ്ട് ഇൻപുട്ട് സിഗ്നലുകൾ ഉണ്ട്, അവരുടെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. ഫേസ് കമ്പറേറ്ററിലാണെങ്കിൽ ഫേസ് ഡിഫറൻസ് ആണ്, രണ്ട് ഇൻപുട്ടിൻ്റെ ഫേസ് ഡിഫറൻസ് ആണ് നോക്കുന്നത്. സോ കമ്മിങ് ടു ദ ആംപ്ലിറ്റ്യൂഡ് കമ്പറേറ്റർ. An amplitude comparator compares the magnitude of two input quantities irrespective of the angle between them. അപ്പോൾ ഈ കേസിൽ ആംഗിളിന് ഇമ്പോർട്ടൻസ് ഇല്ല, മാഗ്നിറ്റ്യൂഡ് ഓർ ആംപ്ലിറ്റ്യൂഡിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ആൻഡ് വൺ ഓഫ് ദ ഇൻപുട്സ് ഈസ് ദ ഓപ്പറേറ്റിംഗ് ക്വാണ്ടിറ്റി ആൻഡ് ദ അതർ റിസ്ട്രെയിനിങ് ക്വാണ്ടിറ്റി. ഇപ്പോൾ ഒന്ന് നമ്മളുടെ ഓപ്പറേറ്റിംഗ് ക്വാണ്ടിറ്റി ആയിരിക്കും, മറ്റേത് അതിനെ റിസ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും. ഇപ്പോൾ ഇവർ തമ്മിലാണ് കമ്പാരിസൺ നടത്തുന്നത്. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ക്വാണ്ടിറ്റി സെൻസ് ചെയ്ത് വരുന്നത്, മറ്റേ റിസ്ട്രെയിനിങ് ക്വാണ്ടിറ്റി. ആൻഡ് വെൻ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് ക്വാണ്ടിറ്റി എക്സീഡ്സ് ദ വാല്യൂ ഓഫ് റിസ്ട്രെയിനിങ് ക്വാണ്ടിറ്റി ദ റിലേ സെൻസ് എ ട്രിപ്പിംഗ് സിഗ്നൽ ടു ദ സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഈ സെൻസ് ചെയ്ത് കിട്ടുന്ന ഓപ്പറേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ വാല്യൂ ഈ സെറ്റ് ചെയ്തിട്ടുള്ള റെസ്ട്രെയിനിങ് ക്വാണ്ടിറ്റിയിൽ മേലെ പോയാൽ അപ്പോൾ ട്രിപ്പിംഗ് സിഗ്നൽ എവിടേക്ക് പോകും? സർക്യൂട്ട് ബ്രേക്കറിലേക്ക് പോകും. അപ്പോൾ അതാണ് ഇവിടെ താഴെ കാണിച്ചിട്ടുള്ളത്. ലെറ്റ് S1 ആൻഡ് S2 ബി ദ ടു സിഗ്നൽസ്. S1 ഓപ്പറേറ്റിംഗും S2 റീസ്ട്രെയിനിങ്ങും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ബോക്സ് എന്ന രീതിയിൽ കാണിച്ചിരിക്കുകയാണ്. S1 ഈസ് ദ ഓപ്പറേറ്റിംഗ് ആൻഡ് S2 ഈസ് ദ റീസ്ട്രെയിനിങ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഇതിനെയാണ് കമ്പയർ ചെയ്യുന്നത്, S1 കമ്പയർ S2നായിട്ട്. ഇവിടെ ഔട്ട്പുട്ട് തരും എപ്പോൾ S1 ഗ്രേറ്റർ ദാൻ S2 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് കമ്പറേറ്റർ ഗിവ്സ് ദ പോസിറ്റീവ് ഔട്ട്പുട്ട് ഓൺലി വെൻ S2 by S1 ഈസ് ലെസ് ദാൻ K. S2 by S1 ഈസ് ലെസ് ദാൻ K എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ
S1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ S2/S1 എന്നുള്ളത്. അപ്പോൾ ഒരു കമ്പാരിസൺ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ വരുന്നത് നമുക്കൊരു സർക്കിളിൻ്റെ മുകളിലേക്കായിട്ട് മാറുന്നു. ഫംഗ്ഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സർക്കിൾ ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ വിച്ച് വിത്ത് ഇറ്റ് സെൻറ്റർ അറ്റ് ദ ഒറിജിൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ്സ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ അത് ജസ്റ്റ് അവിടെ കാണിച്ചു മൊത്തം. Then is a phase comparator. Phase comparison technique is most widely used one for all practical directional, distance, differential and carrier. So if the two input signals are S1 and S2, the output occurs when the input have a phase relationship lying within a specified limit. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഫേസ് റിലേഷൻഷിപ്പ് ഒരു പെർട്ടിക്കുലർ ലിമിറ്റിനുള്ളിൽ വരുന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് ഇവിടെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഇവിടെ നേരത്തെ പോലെ S1 എന്ന് പറയുന്ന ഓപ്പറേറ്റിങ്ങും S2 എന്ന് പറയുന്നത് റീസ്ട്രെയിനിങ് തന്നെയാണ്. ആൻഡ് ബോത്ത് ദ ഇൻപുട്ട് മസ്റ്റ് എക്സിസ്റ്റ് ഫോർ ആൻ ഔട്ട്പുട്ട് ടു ഒക്കർ. ഇപ്പോൾ S1 S2 ഉണ്ടായ കഴിഞ്ഞാൽ തന്നെയാണ് ഇവിടെ എന്ത് കിട്ടുള്ളൂ, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ആൻഡ് ദ ഓപ്പറേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദെയർ മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺലി ഓൺ ദെയർ ഫേസ് റിലേഷൻഷിപ്പ്. ഇവിടെ മാഗ്നിറ്റ്യൂഡിന് ഇമ്പോർട്ടൻസ് ഇല്ല, ഫേസ് മാത്രമാണ് ഇമ്പോർട്ടൻസ് വരുന്നുള്ളൂ. ആൻഡ് ഫേസ് കമ്പറേറ്റർ കമ്പൈൻസ് ടു ഇൻപുട്ട് ക്വാണ്ടിറ്റീസ് ഇൻ ഫേസ് ആംഗിൾ and irrespective of the magnitude and operates if the phase angle between them is less than 90 degree. രണ്ട് ക്വാണ്ടിറ്റീസ് S1 S2 എടുക്കുകയാണെങ്കിൽ അവരുടെ ഫേസ് ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി വന്നാലാണ് ഔട്ട്പുട്ട് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് അപ്പോൾ എന്താ വരുന്നത്, ഫേസ് കമ്പറേറ്റർ. S1 S2, S1 എന്ന് പറയുന്ന ഓപ്പറേറ്റിങ്ങിനും S2 എന്ന് പറയുന്ന റീസ്ട്രെയിനിങ്ങിനും കമ്പയർ ചെയ്യുന്നു. ഇവർ തമ്മിലെ ഫേസ് ഡിഫറൻസ് ലെസ് ദാൻ 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഇതാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ക്യാരയാണിത്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ the function as defined by the boundary of marginal operation is represented by two straight lines from the origin on the complex plane. ഇപ്പോൾ ഇതാണ് നമ്മളുടെ റെഫറൻസ് ലൈൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് പോകാവുന്ന മാക്സിമം ഈ S2/S1 എന്ന് പറയുന്ന ആ വെക്ടർ എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആംഗിളാണ്, റെഫറൻസിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇവിടെ തീറ്റ എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് തീറ്റ. ഇനി ഈ റെഫറൻസിന് താഴേക്ക് ഉള്ളതാണ് β1. ഈ β1 നമുക്കറിയാം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുക, ആംഗിൾ. അപ്പോൾ ഇത് -β1 ആണ്. അതേപോലെ ഇതാണ് ഇതിന് മാക്സിമം പോകാവുന്ന ഒരു ഇതായിട്ട് കാണിച്ചിട്ടുള്ളത്, അതായത് β2. ഇപ്പോൾ β2നും -β1നും ഇടയിലാണ് ഇത് നിൽക്കുന്നത്, മാക്സിമം അത് പോകുന്നത്. So the condition of operation can be put mathematically as -β1 less than or equal to θ less than or equal to +β2. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മളെ തീറ്റ. അത് വേണമെങ്കിൽ ഒന്നുകൂടി കറക്റ്റായിട്ട് കാണിക്കാം. അപ്പോൾ ഈ ഒരു ആംഗിളാണ് തീറ്റ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ ഇതാണ് നമ്മുടെ റെഫറൻസിൽ നിന്ന് ചോടേക്കുള്ള ആംഗിളാണ് β1. ഇതാണ് β1. ഇനി β2 എന്ന് പറഞ്ഞാൽ റെഫറൻസിൽ നിന്ന് മറ്റേ എക്സ്ട്രീം എൻഡിലേക്ക്, ഇതാണ് β2. ഓക്കെ, ഇപ്പോൾ ഈ തീറ്റ പോകാവുന്ന മാക്സിമം താഴേക്ക് വരുന്നത് -β1ഉം മുകളിലേക്ക് പോകുന്നത് β2. അപ്പോൾ അതിൻ്റെ ഇടയിലാണെന്ന് കാണിച്ചത്. ആൻഡ് വെൻ where theta is the angle by which S2 leads S1. S2 S1 ലീഡ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ ഈ കേസിൽ ഇഫ് β1 ഈക്വൽ ടു β2 ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ കമ്പറേറ്ററിനെ പറയാം കൊസൈൻ കമ്പറേറ്റർ എന്നാണ് പറയുക. അതായത് ഈ ഇത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, നേരെ വെർട്ടിക്കലായിട്ട് വരും. ഇപ്പോൾ ഇത് 90, β1 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും, നേരെ ഇങ്ങനെ വരും, മറ്റേത് നേരെ ഇവിടെയായിട്ട് വരും. ഇപ്പോൾ ഈ ഒരു കേസിൽ ഇതിനെ പറയുന്ന പേരാണ് എന്ത്, കൊസൈൻ കമ്പറേറ്റർ. ഇനി നേരെ റിവേഴ്സ് ആണെങ്കിൽ β1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെഫറൻസ് ലൈൻ വരും, ഇത് വരും. β2 എന്ന് പറഞ്ഞത് 180. അപ്പോൾ അതായത് ഇങ്ങനെ. ഇപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഈ ഒരു കേസ് ആണെങ്കിൽ അതിനെ സൈൻ കമ്പറേറ്റർ എന്ന് പറയും. അപ്പോൾ അതിൽ കൂടുതൽ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നെ ദ സ്റ്റാറ്റിക് ഫേസ് കമ്പറേറ്റർ സർക്യൂട്ട്സ് മേ ബി ഓഫ് ദ ഫോളോയിങ് ടൈപ്പ്. ഒന്നെങ്കിൽ വെക്ടർ പ്രൊഡക്റ്റ് കമ്പറേറ്റർ ആവാം, അല്ലെങ്കിൽ കോഇൻസ്റ്റന്റ് ടൈപ്പ് ഫേസ് കമ്പറേറ്റർ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്ററും ഫേസ് കമ്പറേറ്ററിൻ്റെയും ബേസിക്സ് വരുന്നത്. ഇനി നമുക്ക് ഇവരെ ഡുവാലിറ്റിയാണ് നോക്കേണ്ടത്. അത് എങ്ങനെ മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്ററിനെ ഫേസ് കമ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യിക്കാം, നേരെ തിരിച്ച് ഫേസിനെ മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യിക്കാം എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ കേസ് ഏതാ, ആംപ്ലിറ്റ്യൂഡ് കമ്പറേറ്ററിനെ എങ്ങനെ നമുക്ക് ഫേസ് കമ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക്. ഞാൻ S1 S2 മാറ്റിയിട്ട് M and N ആക്കിയിട്ടുണ്ട്. നമ്മളുടെ ഇൻപുട്ട്സ് എമ്മും എന്നും ആണ്, ഔട്ട്പുട്ട് ഇതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നോർമലി ഈ ആംപ്ലിറ്റ്യൂഡ് കമ്പറേറ്റർ വിൽ ഔട്ട്പുട്ട് ഹൈ വെൻ മോഡ് M ഗ്രേറ്റർ ദാൻ മോഡ് N. അതായത് M എന്ന് പറയുന്ന ഇൻപുട്ട് വാല്യൂ ഹയർ ആയി കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് തരിക. അപ്പോൾ അതാണ് ഇത് കമ്പയർ ചെയ്യുന്നത്, N ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. N-നെക്കാട്ടിലും മേലെ M വന്നു കഴിഞ്ഞാൽ, മാഗ്നിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ, മോഡുലെസ് വാല്യൂ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നോർമൽ കണ്ടീഷനിൽ ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതിനെ നമുക്കൊരു ഫേസ് കമ്പറേറ്റർ ആക്കാം. ഫേസ് കമ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തമ്മിൽ ഫേസ് ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി വന്നാൽ ഔട്ട്പുട്ട് വരണം. അതെങ്ങനെ ഇതിൽ നിന്ന് ആക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻപുട്ട് എമ്മിനും എന്നിനും പകരം M+N ആൻഡ് M-N ആക്കി ഇൻപുട്ട്. അതായത് രണ്ടിലും M കോമൺ ആണ്, മേലെ +N കൊടുക്കും, താഴെ -N കൊടുക്കും.
ഈ രീതിക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു ഫേസ് കമ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന പറയും. ആംപ്ലിറ്റ്യൂഡ് കമ്പറേറ്റർ യൂസ് ഫോർ ഫേസ് കമ്പാരിസൺ. സോ ഇറ്റ് ഓപ്പറേറ്റ്സ് വെൻ മോഡ് എം പ്ലസ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് എം മൈനസ് എൻ. അത് നമുക്കറിയാലോ. കാരണം നേരത്തെ കേസിൽ പറഞ്ഞു മോഡ് എം ഗ്രേറ്റർ ദാൻ മോഡ് എൻ ആണ് വരുന്നെങ്കിൽ ഈ ഇൻപുട്ട് മാറ്റി കഴിഞ്ഞത് ഇപ്പോൾ മോഡ് എം പ്ലസ് എൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ മോഡ് എം മൈനസ് എൻ ഫോർ ഔട്ട്പുട്ട് ടു ഒക്കർ. അപ്പോൾ ഇതാണ് ഇതിലത്തെ കണ്ടീഷൻ. പക്ഷേ ഇത് നടക്കുക എപ്പോഴായിരിക്കും? ഫേസ് ആംഗിൾ ലെസ് ദാൻ 90. അത് അതിൻ്റെ ഫേസർ ഡയഗ്രാം ജസ്റ്റ് നമുക്ക് വരച്ച് നോക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇത് ആണ് ഫേസർ ഡയഗ്രാം. സോറി. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 3 കണ്ടീഷൻസ് എത്തുന്നുണ്ട്. അപ്പോൾ ഇത് 90 ഡിഗ്രി എന്ന് വിചാരിക്കുക. എമ്മും എന്നും ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് ആണ് എം. നമുക്ക് എൻ ആണ് ഇതെങ്കിൽ നമുക്ക് മൈനസ് എൻ കൂടി കിട്ടണം. അപ്പോൾ ആ രീതിയിൽ വരച്ച് വെച്ചേക്കാണ്. ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ റിസൾട്ടൻ്റ് എന്താ വരിക? എം പ്ലസ് എന്നും ഇതാണ് വരിക, എം മൈനസ് എന്നും ഇത് വരിക. ഈ ഒരു കണ്ടീഷനിൽ ഇത് രണ്ടും എന്തായാലും സെയിം ആയിരിക്കും. അത് നമുക്ക് അവിടെ നിന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോൾ എന്താ പറയുക, മോഡ് എം പ്ലസ് എൻ ഗ്രേറ്റർ ദാൻ എം മൈനസ് എൻ ആവണമെങ്കിൽ, എം പ്ലസ് എൻ വലുതാവണമെങ്കിൽ ഇങ്ങോട്ട് നീളണം. അപ്പം ഇങ്ങോട്ട് നീളണമെങ്കിൽ ഈ ഒരു തരത്തിൽ ഇത് വരണം. അതേപോലെ എം പ്ലസ് എൻ എം പ്ലസ് എൻ ഗ്രേറ്റർ ദാൻ എം മൈനസ് എൻ ആവണമെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ വരണം. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം ഈ ആംഗിൾ എന്താ ചെറുതായി ലെസ് ദാൻ 90 വന്നു. നേരെ തിരിച്ചാണെങ്കിൽ എം മൈനസ് എൻ വലുതാവണമെങ്കിൽ ഇടത്തോട്ട് പോകണം. ഇടത്തോട്ട് പോകണമെങ്കിൽ ഈ എം ഇങ്ങോട്ട് ചെരിയണം. അപ്പോൾ അത് 90 ഡിഗ്രിയിൽ മേലെ പോകും. ഈ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ എന്താകും? ഫേസ് കമ്പറേറ്റർ ആയി. അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞത്, മോഡ് എം പ്ലസ് എൻ ഗ്രേറ്റർ ദാൻ എം മൈനസ് എൻ. അപ്പോൾ അത് നടക്കുന്നത് ഈ ഒരു കണ്ടീഷനിലാണ്. ഏത് കണ്ടീഷനിലാണ്? 5 എന്ന് പറയുന്നത് ലെസ് ദാൻ 90 വരും. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷൻ ഇന്ന് കിട്ടി. എം പ്ലസ് എന്നും എം മൈനസ് എന്നും ഇൻപുട്ട് ആക്കിയ. ഇതേപോലെ നേരെ തിരിച്ച് ഇപ്പോൾ ഇത് ഫേസ് കമ്പറേറ്റർ എന്ന് വിചാരിക്കുക. അതിൻ്റെ ഇൻപുട്ടുകളാണ് എമ്മും എന്നും. ഇപ്പോൾ ഇത് നോർമൽ കണ്ടീഷനിൽ ഓപ്പറേറ്റ് ചെയ്യപ്പോഴാണ് ഫേസ് ആംഗിൾ ലെസ് ദാൻ 90 വന്നു കഴിഞ്ഞാലാണ് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ നമുക്കൊരു മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ ആക്കാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻപുട്ട് മാറ്റുക, എം പ്ലസ് എൻ ആക്കുക, എം മൈനസ് എൻ ആക്കുക. ഇനി ഇത് ഓപ്പറേറ്റ് ചെയ്യുക എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം പ്ലസ് എന്നിൻ്റെയും എം മൈനസ് എന്നിൻ്റെയും അപ്പോൾ ഇതിൽ ലാംഡ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആംഗിൾ എടുക്കുന്നത്. എപ്പോഴാണ്? മോഡ് എം ഗ്രേറ്റർ ദാൻ മോഡ് എൻ ആയി കഴിഞ്ഞാലാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ, ലെസ് ദാൻ 90 വരുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഡയഗ്രത്തിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് 90 ഡിഗ്രി ഓരോ കേസിൽ വരച്ചിട്ടുണ്ട്. ഇത് 90 ഡിഗ്രിയുടെ കേസിലാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം വരച്ചിട്ടുള്ളത് എം ഈക്വൽ ടു എൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എം ഈക്വൽ ടു എൻ എന്ന് വരയ്ക്കണമെന്നൊന്നുമില്ല. എന്ത് തരത്തിൽ വരച്ച് കഴിഞ്ഞാലും നമുക്ക് കിട്ടാൻ പോകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 90 വരണമെങ്കിൽ നമ്മളുടെ എമ്മിൻ്റെ വാല്യൂ വലുതായിരിക്കണം. എന്നിനെക്കാട്ടിലും വലുതായ മോഡ് എം ഗ്രേറ്റർ ദാൻ മോഡ് എൻ ആയി കഴിഞ്ഞാലാണ് ഈ കാര്യം ഇതിൽ നടക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കേസിലും നമ്മൾ വരച്ചു. ഇതിൽ ഈ മോഡ് എം പ്ലസ് എൻ ഗ്രേറ്റർ ദാൻ എന്ത് വരണമെങ്കിൽ എം പ്ലസ് എൻ വലുതാവണം എന്നുള്ളതാണ് നമുക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ വരുന്നുള്ളൂ. അത് വലുതാവണമെങ്കിൽ നമ്മളുടെ ആംഗിൾ എന്തായാലും ലെസ് ദാൻ ഇതായിരിക്കണം. എന്നാൽ മാത്രമാണ് കാര്യം നടക്കുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് പറഞ്ഞ് വരുന്ന കാര്യം. ഇതാ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. ഇപ്പോൾ ഇത് നമുക്ക് ഫേസ് കമ്പറേറ്ററിന് എന്തായിട്ടും വർക്ക് ചെയ്യിക്കാം, മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്.